സങ്കീർത്തനം 132. യഹോവ ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു, യാക്കോബിന്റെ വല്ലഭൻ നിന്നാൽ ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. നാം ഏഫോദയിൽ അതിനെക്കുറിച്ച് കേട്ടു, വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയില്ല. നാം അവന്റെ തിരുനിവാസത്തിങ്കിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുക. യഹോവ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ പുരോഹിതന്മാർ നീതി തിരികെയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദ് നിമിത്തം നിന്റെ അഭിഷക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുത്. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് യഹോവ ദാവീദിനോട് ആണയിട്ട് സത്യം, അവൻ അതിൽ നിന്നും മാറുകയില്ല. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എൻ്റെ വിശ്രമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ ഞാൻ അവിടെ വസിക്കും. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഭവിക്കും. അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും. അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും. എൻ്റെ അഭിഷക്തനൊരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ വരിപ്പിക്കും. അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും. ആമേൻ.